റളിയല്ലാഹു അൻഹു പറയാണ്, മദീനത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുമ്പോ എന്റെ ഉമ്മ വാതിലിന്റെ മറവിൽ പോയി എങ്ങനെ നിന്നു എന്റെ മുത്തുനബിക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ പടച്ചോനെ. എല്ലാവരും സുഗന്ധം കൊടുക്കുമ്പോ, കമീസ് കൊടുക്കുമ്പോ, അത്തർ കൊടുക്കുമ്പോ, പലഹാരം കൊടുക്കുമ്പോ, ഇറച്ചി കൊടുക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ വാതിലിന്റെ മറവിൽ നിന്നിട്ട് മുത്തുനബിയോട് പറയുന്നു, ഇനി ആരാണ് ഉള്ളതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നു, നബിയേ, ഒരു പാവപ്പെട്ടവളി വാതിലിന്റെ മറവിൽ നിൽക്കുന്നുണ്ട് നബിയേ. തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. ആകെയുള്ളത് എന്റെ പ്രതീക്ഷയായ, എന്റെ ആവശ്യമായ, എന്റെ ആഗ്രഹമായ എന്റെ പൊന്നുമോൻ മാത്രമാണ്, അനസ് മാത്രമാണ് നബിയേ. എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്ന നബിയേ, എന്റെ അനസിനെ ഞാൻ അങ്ങേക്ക് തരുന്ന നബിയേ. എന്റെ അനസിന് അങ്ങേക്ക് ഹിദ്മത്തിനുള്ളതാണ്. ഈ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറയാണ്, എത്ര നാൾ കൊണ്ട് ഞാൻ എന്റെ മുത്തുനബിയുടെ കൂടെ നടക്കുന്നുണ്ട്, എത്ര കാലം കൊണ്ട് ഞാൻ എന്റെ പുന്നാര ഹബീബിന് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ട് എന്നോട് നീ എന്തിനത് ചെയ്തു എന്ന് എന്റെ പ്രിയപ്പെട്ട മുത്ത് റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ലെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. ലോകത്താർക്കാണ് അങ്ങനെ കഴിയുക? ലോകത്താർക്കാണ് കഴിയുക? ഈ പ്രസംഗിക്കുന്ന ഞാനും എന്റെ മക്കളോട് ദേഷ്യപ്പെടും, എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടും, ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും. അവിടെയൊക്കെ എന്തോ ഒരു സംയമനമാണ്. അതാണ് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ ഈ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ സ്നേഹം അത് അത്രമേൽ വിശാലമായിരുന്നു. അവരുടെ സ്നേഹം ആരോടെങ്കിലും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാൻ പൊടി പൂരായിരിക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. താത്തമാരൻ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവും. പോട്ടെ, സ്ഥാപനങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയും, രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് പറഞ്ഞിട്ട് എന്ത് മാങ്ങാത്തൊലിയാണ് കിട്ടുക? നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കുറിച്ച് കുറെ പറഞ്ഞു, പ്രതിപക്ഷത്തെ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടൂല. നിങ്ങളുടെ കിതാബിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കും, പറഞ്ഞു എന്ന്. അതും ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഭരണം മാറ്റാനും ഭരണം നന്നാക്കാനും നിങ്ങൾക്ക് പറ്റൂല. ഇലക്ഷൻ ആകുമ്പോൾ വോട്ടിട്ട് കൊടുക്കാന്നല്ലാതെ കടയിലിരുന്ന് പറഞ്ഞതുകൊണ്ട് സോഡ പൊട്ടിച്ചൊഴിച്ച് ദേഷ്യം വന്ന് കുപ്പി പൊട്ടിച്ചില്ലെന്ന് കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാവിനെ ശ്രദ്ധിക്കുക. ഒരാളുടെയും മനസ്സിൽ നിങ്ങളായിട്ടൊരു സംസാരത്തിന്റെ ഒരു ഭാരമുണ്ടാക്കി വെച്ചു കൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നർ റജുല ലയദ്നു മിനൽ ജന്ന, ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് ദിക്ർ ചൊല്ലി സ്വതക്ക ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തുകയാണ്. ഹത്താ മാ യകൂന ബൈനഹു വ ബൈനഹാ ഇല്ലാ ഖദറും ഹീ, ഒരു കുന്തത്തിന്റെ ഒരു ചാണിന്റെ അളവനുസരിച്ച് സ്വർഗത്തിന്റെ മുമ്പിലെത്തി. ഒരു കാൽപ്പാറം കൂടി മുമ്പോട്ട് വെച്ചാൽ അവനെ സ്വർഗത്തിലെത്തുമായിരുന്നു. അങ്ങനെ വരെ സ്വർഗത്തിലെത്തി. അപ്പോഴാണ് ഫതകല്ലമ ബികലിമത്തിൻ, ഒരു വാക്കയാൾ, നാവ് കൊണ്ട് ഒരു വാക്കയാൾ പറഞ്ഞു പോയത്. ഫതബാദ മിൻഹാ, ആ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ സ്വർഗത്തിന്റെ തൊട്ടു മുമ്പിലെത്തിയ മനുഷ്യനെ എത്രയോ വിദൂരത്തേക്ക് മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇങ്ങനെ നാളെ രാവിലെ മുതൽ നിങ്ങൾ തീരുമാനിക്കുകയാണ്. എന്താ? കൈതക്കാടെന്നല്ലേ സ്ഥലം? കൈതക്കാടുള്ള നിങ്ങൾ തീരുമാനിക്കുന്നു, ഇന്നലെ ബാക്കവി ഉസ്താദ് പ്രസംഗിച്ച പോലെ സുബഹി മുതൽ ഇൻഷാ അല്ലാഹ് ഒരു തെറ്റുപോലും എന്റെ നാവിൽ ഞാൻ വരുത്തൂല. മക്കളോടൊക്കെ പറഞ്ഞു, മക്കളെ സംസാരം ശ്രദ്ധിക്കണം മക്കളെ, ഒരു മോശമായ വർത്താനം, നിങ്ങളോട് ദേഷ്യപ്പെടൂല, ഭർത്താവിനോട് കൊഞ്ഞണം കുത്തൂല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഭർത്താവിനെ കൊഞ്ഞണം കുത്തും കണ്ണൂരിട്ട് അങ്ങനെ കാണിക്കല. ഈ പരിപാടി ഒന്നുമില്ല. വളരെ ക്ലീൻ. സഹോദരങ്ങൾ തീരുമാനിക്കാണ്, ഇന്ന് മക്കൾ എന്ത് കാണിച്ചാലും ഒന്നും പറയില്ല, ആരോടും ദേഷ്യപ്പെടൂല, എല്ലാവരും ഈ സദസ്സിരിക്കണം, മുഴുവൻ ആളുകളും തീരുമാനിച്ചാൽ നാളെ ഞാൻ ക്ലീനാണ്. ഭാര്യയോട് ദേഷ്യപ്പെടൂല, മക്കളോട്, ചെറുമക്കളോട്, എല്ലാവരോടും പുഞ്ചിരിച്ചിട്ട് ഒരാൾക്കും വിഷമുണ്ടാക്കുന്ന ഒന്നും പറയില്ല. എല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ ലുഹറിന്റെ സമയം വരായി. നമ്മുടെ ടാസ്ക് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലുഹറിന്റെ സമയമായി. അൽഹംദുലില്ലാ ഭക്ഷണം കൊണ്ടുവച്ചു. അപ്പൊ സാമ്പാറിന് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഭർത്താവ് ഇങ്ങനെ സാമ്പാർ ഇങ്ങനെ കഴിച്ചു. ദേഷ്യപ്പെടാൻ തോന്നുന്നുണ്ട്, പക്ഷേ അൽഹംദുലില്ലാ നല്ല സാമ്പാറാണ്. പ്രിയപ്പെട്ടവളെ ഭാര്യയോട് കുറ്റപ്പെടുത്തിയ മോശമല്ല, നമ്മളിങ്ങനെ ടാസ്കിലല്ലേ,
റാഹത്തായി. അത് കഴിഞ്ഞ് മക്കള് 4 മണിയായപ്പോ 4 മണി വരെ ഓക്കെ. 4 മണിക്ക് മക്കള് മുറ്റത്ത് ക്രിക്കറ്റ് കളിക്കാൻ. മൂത്ത മകൻ 6 അടിച്ചിട്ട് നേരെ ഉപ്പാപ്പാരെ മെഡിൽ കുറ്റിയിൽ ഒറ്റ ബോൾ കണ്ടുകൊണ്ട് അല്ലാഹ് പറയും. ഉപ്പാപ്പ കസേരയിൽ അങ്ങനെ ഇരുന്ന് പോയി. പക്ഷേ ഉപ്പാപ്പ അൽഹംദുലില്ലാഹ് ടാസ്കിലാണ്. ഉപ്പാപ്പ ടാസ്കിലാണ്, കുറ്റം പറയുന്നില്ല. അപ്പൊ അകത്തുനിന്ന് ഉമ്മ സൗണ്ട് കേട്ടോടി എന്താ പറ്റിയത്? അപ്പോ ഉപ്പാപ്പ പറയാണ് ഒന്നുമില്ല അള്ളാന്റെ പരീക്ഷണ. പിടിച്ചു നിന്നോളം പറഞ്ഞു. ടാസ്ക് മുന്നോട്ട് നീങ്ങുന്നു. മഗ്‌രിബിനോട് അടുത്ത സമയം. ഒരു പകല് മുഴുവനും ഒരു ഫസാദില്ലാതെ, ഒരു ആപത്തില്ലാതെ, ഒരു ഈബത്തില്ലാതെ പോവാൻ. മഗ്‌രിബിന്റെ സമയം അപ്പൊ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാണ്. നോക്കുമ്പോ അന്ന് സാധാരണ ഉണ്ടായിരുന്ന മഴീനല്ല വിളിക്കാം. ഒരു വലിയ സ്വരമൊന്നുമില്ലാത്ത, അങ്ങനെ പെട്ടെന്ന് കേട്ടാ ഇഷ്ടപ്പെടാത്തൊരു ബാങ്ക്. അപ്പൊ ഉപ്പ പറയും ഇത് ഏത് ചെയ്താനാണ് ഈ ബാങ്ക് വിളിക്കുന്നത്. അതോടുകൂടി രാവിലെ മുതൽ നടത്തിയ ടാസ്ക് എല്ലാം പൊട്ടിത്തക. ഇതാണ് ഇബ്ലീസിന്റെ ശക്തി. ലഅനത്തുല്ലാഹി അലൈഹി. പിടിവിടാതെ കൂടെ വരും. ഓത്തു പള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലുമൊറ്റ കള്ളമോദിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കളവ് പറയാതെ, ഒരാളെ വേദനിപ്പിക്കാതെ, ഒരാളെ വിഷമിപ്പിക്കാതെ, ഒരാളെ സങ്കടപ്പെടുത്താതെ, തന്റെ ജീവിതത്തെ കുറിച്ച് ആരും അങ്ങനെ ഒരു വർത്തമാനം പറയാത്ത വിധത്തില് അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചു പോയെങ്കിൽ പരിശുദ്ധ റബീഉൽ അവ്വലിൽ ഹുബ്ബ് റസൂൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ഇങ്ങനെ റസൂലുള്ളാഹിയുടെ ചരിത്രം പറഞ്ഞ് നിങ്ങളങ്ങ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകലല്ല. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് തീരുമാനിക്കണം, അല്ലാഹ് മരിക്കുന്നത് വരെ ഞാൻ എന്റെ നാവ് കൊണ്ട് ഒരാളെയും സങ്കടപ്പെടുത്തൂല പടച്ചോനെ. ഈ നാവ് കൊണ്ടാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അവസാനം അത് പറഞ്ഞു മരിക്കേണ്ടവനാണ്. അതുകൊണ്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരിക്കലും അത് പറയൂല. മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനം എന്തെന്നറിയുമോ? നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വരുമ്പോ ലിമ ഖുൽത ഹാദാ, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ചോദിപ്പിക്കൂല. എന്തോ ഒരു തീരുമാനം. എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ അല്ലാഹുവെ കൊണ്ട് ചോദിപ്പിക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വർത്താനം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂലെന്ന് മഹാനായ ഖാത്തമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പറയാം. ഒരിക്കൽ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ചത്തു പുഴുത്തു നാറിക്കിടക്കുന്ന ഒരു കോവർ കഴുതയുടെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. പുഴുത്തു നാറി ദുർഗന്ധമാണ്. എല്ലാവരും ഇങ്ങനെ മൂക്കുവത്തുമ്പോ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അതിന്റെ മുമ്പ് പോയിട്ട് പറയാണ്, നിങ്ങൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത്, പരിഹസിക്കുന്നത്, വേദനിപ്പിക്കുന്നത് ഖൈറുൽ ലഹു, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. ഇത് അതിനേക്കാൾ നല്ലത് ഈ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന പുഴുത്തു നാറിക്കിടക്കുന്ന കോവർ കഴുതേ നിങ്ങൾ കഴിക്കലാണെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാ. ഒരു പ്രസിഡന്റിനെ, ഒരു സെക്രട്ടറിയെ, ഒരു ഖത്തീബിനെ, ഒരു സംഘാടകനെ, ഒരു പഞ്ചായത്ത് മെമ്പറെ, കൂടെ നടക്കുന്ന കൂട്ടുകാരനെ, ബന്ധുക്കളെ, അമ്മായിയെ, മരുമകളെ, നാത്തൂനെ, ഭർത്താവിനെ, ഭാര്യയെ, ഭർത്താവിന്റെ അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, അനുജത്തിയെ, ജ്യേഷ്ഠത്തിയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരങ്ങളുടെ മക്കളെ, കൂട്ടുകാരെ, അങ്ങനെ കല്യാണത്തിനും മരണത്തിനുമായി എത്ര കുറ്റപ്പെടുത്തലുകളാണ്. അതിനേക്കാൾ നല്ലത് പുഴുത്തു നാറിക്കിടക്കുന്ന കോവർ കഴുതയുടെ മാംസം നിങ്ങൾ കഴിക്കലാണെന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പറയുന്നെങ്കിൽ ഫൽയഖുൽ ഖൈറാ, നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ ചുപ്പിരഹോ ഒന്നും മിണ്ടരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറയുന്നെങ്കിൽ നല്ലത് പറയാ, ഇല്ലെങ്കിലും മിണ്ടാ നിൽക്കരുത്, ഇല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കരുത്. ആ സംസാരത്തിന്റെ വർത്താനം മനസ്സിലേക്ക് പതിഞ്ഞു പോയാൽ വലിയ പ്രയാസം ഉണ്ടാവും. ഉഹുദ് യുദ്ധത്തിന്റെ മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി കിടക്കുന്ന ഒരു മനുഷ്യൻ ഫവുജിദ ഫീ ബത്നിഹി സഖറത്തൻ മിനൽ ജൂദ്, വിശപ്പ് കാരണം വയറ്റിനകത്ത് കല്ല് വെച്ച് കെട്ടി യുദ്ധം ചെയ്ത സ്വഹാബി.
വിശപ്പ് സഹിക്കാനാകാതെ, അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ അറിയില്ല. നമ്മുടെ മക്കൾ ആരാണെന്ന് വിശപ്പറിയുന്നത്? ആർക്കാണ് വിശപ്പ്? നോമ്പിന് പോലും വിശപ്പില്ല പകല്. വിശപ്പിന്റെ നോമ്പൊക്കെ പോയി, കാലം ഒരുപാട്. ഈ റമദാൻ ആർക്കെങ്കിലും പകല് വിശന്നോ? എനിക്കൊന്നില്ല, വിശന്നിട്ടുണ്ടാവില്ല. നല്ല സൂപ്പർ അല്ലേ? അത്താഴത്തിന് നല്ല ഫുഡല്ലേ? ഖാദർ എന്താ ഹാജി പറ, നിങ്ങളെ പേര്, നിങ്ങള് ബുക്ക് പ്രകാശനം ചെയ്യുന്നതാണ് അബ്ദുൽ ഖാദർ ഹാജി അല്ലേ? അബ്ദുൽ ഖാദർ ഹാജി, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് ആ ബുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട്, അത് പുള്ളി അത് വാങ്ങിയതുകൊണ്ട്, അബ്ദുൽ ഹാജി ബുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടേ പുള്ളി അത് വാങ്ങിയതുകൊണ്ട് എനിക്ക് പുള്ളിയെ മറക്കാൻ പറ്റില്ല. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആർക്കാണ് നോമ്പിന് വിശക്കുക? കാരണം അത് അത്രയ്ക്ക് നല്ല ഫുഡാണ്. രാത്രി അടിച്ചു കയറ്റുക, അത്താഴത്തിന് അടിച്ചു കയറ്റുക, ഹെവി ഫുഡാണ്. പകലൊന്നും ആർക്കും ഒരു ക്ഷീണമില്ല, വിശപ്പില്ല, ഒന്നുമില്ല. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ആ ഫുഡല്ലേ കഴിക്കുക. എനിക്ക് മാത്രം അങ്ങനെ വേറെ സ്വർഗത്തിൽ നിന്ന് ഫുഡെന്ന് ഇറങ്ങാൻ. നിങ്ങളൊക്കെ കഴിക്കുന്ന ആട്ടമാവും റവമാവൊക്കെ തന്നെയാണ് ഞാനും കഴിക്കുക. പക്ഷെ പ്രശ്നം അതാണ്, നമുക്ക് വിശക്കുന്നില്ല പകൽ. നമ്മുടെ മക്കൾ എന്നാണ് വിശപ്പറിഞ്ഞിട്ടില്ല? ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രായം ചെന്നവരോട് നിങ്ങൾ ചോദിക്ക്. അവരുടെ വാപ്പയും ഉമ്മയും ചെറുപ്പമായിരുന്ന കാലം, അവർക്ക് 10ഉം 15ഉം വയസ്സായിരുന്ന കാലം, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട കഥ അവർ പറഞ്ഞു തരും. ഇന്നത്തെ മക്കള് ചോറൊക്കെ പാഴാക്കി കളഞ്ഞ് കല്യാണത്തിന് മോളെ കല്യാണത്തിന് ചോറൊക്കെ വെച്ച് ചെമ്പ് കണക്കിന് ബിരിയാണി ഈ കണ്ണൂരും കാസർഗോഡും ചെറുവത്തൂരും മണ്ണ് കുത്തിയിട്ട് കുഴിച്ചു മൂടുന്നത് കാണുമ്പോ പ്രായം ചെന്ന ഉപ്പമാരിങ്ങനെ പറയും, മക്കളെ ആഹാരമാണടാ, അള്ളാന്റെ ശിക്ഷ ഉണ്ടാവും മക്കളെ എന്നിങ്ങനെ പറയുമ്പോ, താൻ പോകളവാ, ഇതൊക്കെ പുതിയ കാലാന്ന് പറഞ്ഞ് അവരെ ചവിട്ടി മാറ്റിയിട്ട് പോകുമ്പോ അവരവരുടെ ഉമ്മയെ കുറിച്ച് ചിന്തിക്കും, അല്ലാ എന്റെ ഉമ്മ എനിക്ക് തന്ന പഴങ്കഞ്ചിക്കകത്ത് ചോറില്ലാത്തത് കൊണ്ട് ഞാനും എന്റെ ഇക്കയും തമ്മിൽ അടികൂടിയതിന്റെ പഴയകാലം അവർ ഓർത്തു പോകും. എനിക്കതൊക്കെ ഓർമ്മ വരും. എന്റെ ഉപ്പായൊക്കെ ശരിക്കും കഷ്ടപ്പെട്ട ആളാ. ഞാനൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ രാവിലെ കഴിച്ചിട്ട് പോകുന്നതന്നെ ഉണ്ടാവുള്ളൂ. ഉച്ചയ്ക്ക് സ്കൂളിൽ വലിയ വലിയ കുട്ടികളൊക്കെ സ്കൂളിൽ മുട്ട പൊരിച്ചതും പിന്നെ ചോറും ഉപ്പേരിയൊക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് 25 പൈസ 10 പൈസ കൊടുക്കുമ്പോ ഈ ഉപ്പിലിട്ട നാരങ്ങ, പിന്നെ എന്താണ്, നെല്ലിക്കയുടെയും അതുപോലെ അങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുക. വൈകുന്നേരം വീട്ടിൽ വന്നാൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല. വാപ്പ ജോലി കഴിഞ്ഞ് വരുന്നത് വരെ ഞാനും എൻ്റെ അനുജനും ഒക്കെ കാത്തിരുന്നിട്ടുണ്ട്. വാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോ ശരിക്ക് പഴുത്ത ചക്കയും അതുപോലെ അങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുവരും. അതൊക്കെ എന്ത് രസമായിട്ടന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ പറയാണ്, നമ്മുടെ മക്കൾക്ക് അതറിയില്ല. എന്റെ മക്കൾക്ക് അതറിയോ? എന്റെ മക്കൾ വിശക്കാൻ ഞാൻ അനുവദിക്കോ? ഫോണിലൂടെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ മക്കൾ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണ് നിറയും. നമ്മളാരും മക്കളെ വിശക്കാൻ അനുവദിക്കൂല. നമ്മുടെ മക്കൾക്ക് വിശപ്പറിയില്ല. പക്ഷെ നമ്മൾ അവരെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കണം പഴയ കാലത്തിന്റെ, നമ്മുടെ കഷ്ടപ്പാടിന്റെ കഥ അവരറിയണം. വാപ്പ പണിയെടുത്തതും വാപ്പ വയറൊട്ടി കിടന്നതും ഭക്ഷണമില്ലാത്ത ദിവസം രാവും പകലും കഴിഞ്ഞു പോയത് നമ്മുടെ മക്കൾ അറിയണം. എന്നാലേ അവർക്കതിന്റെ വാല്യൂ മനസ്സിലാവും, അവർക്ക് കിട്ടുന്ന ആഹാരത്തിന്റെ വാല്യൂ മനസ്സിലാവും. നമ്മുടെ മക്കളുടെ പിന്നാലെ ഉമ്മ ഭക്ഷണം കൊണ്ട്, മോളൂസേ പാല് ഒരു ഗ്ലാസ് കൂടി കുച്ചിട്ട് പോടിന്ന് പറയുമ്പോ അങ്ങനെ ഓടുകയാണ്. അവർക്ക് ആഹാരം കൂടിപ്പോയി, വേണ്ട.